ശ്രീ അനിൽകുമാർ കൂടി CPM നേതാവ്, അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, നോക്കൂ, വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ മറവിൽ വ്യാപക അക്രമം അഴിച്ചുവിടുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമിക്കുന്നു. മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിന് അതിനൊരു ധാർമ്മികതയുണ്ടോ ഈ വിഷയത്തിലൊക്കെ പ്രതിഷേധവുമായി വരാൻ? അവരുടെ MP-മാർ കഴിഞ്ഞ 5 വർഷം ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തു ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവർക്ക് നേരിടേണ്ടി വരില്ലേ? വനസംരക്ഷണ നിയമം യഥാർത്ഥത്തിൽ കേന്ദ്ര നിയമമാണ് എന്ന കാര്യം ആരും മറന്നുപോകരുത്. 2, അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസുമായി ബന്ധപ്പെട്ടവരാണ്. അവര് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ നിയമപരമായ പരിമിതികളുണ്ട്. ഒരു വന്യമൃഗത്തെ മയക്കുപൊടി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി നിരവധി കാര്യങ്ങളുടെ മുൻകരുതലുകളും തീരുമാനങ്ങളും എടുക്കുന്ന ഒരു സമയപ്രക്രിയയുണ്ട്. ഇതിലേക്ക് കടക്കാതെ നേരിട്ട് ഒരു വന്യമൃഗത്തെ പിടിക്കാൻ നമ്മുടെ രാജ്യത്ത് കഴിയുമോ? ഒരു വന്യമൃഗത്തെ കൊല്ലാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഒരു കഴിഞ്ഞ ദിവസം തന്നെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെട്ടു പോയ ആ കാട്ടാനെ ഇപ്പൊ അതിനെ പിടിക്കാൻ പോലും ആകാത്ത വിധം കാട്ടിനകത്താണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു മറ്റൊരു കാട്ടാന, അത് വന്ന് കർണാടകത്തിൽ നിന്ന് ആളെ കൊന്നിട്ട് കർണാടകത്തിലേക്ക് തിരിച്ചുപോയി. അതിനു മുമ്പ് ഒരു ആന വന്നപ്പോ അതിനെ മയക്കുവെടി വെച്ച് പിടിച്ചപ്പോ മുമ്പ് മയക്കുവെടി വെച്ച് പിടിച്ച് അയച്ചതാണ് എന്നതിനാൽ വീണ്ടും മയക്കുവെടി വെച്ചപ്പോ ആന ചത്തുപോയി. ഹൈക്കോടതി ഇടപെട്ടു. ഉത്തരം പറയാൻ IFS ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരായി. ഇങ്ങനെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന പോലെയാണ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇന്നലെ അവർക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. അവർക്ക് ചെവി കേൾക്കുന്നതിന് അല്പം പരിമിതി ഉള്ളത് കൊണ്ട് കൂടെ നിന്നയാൾ വിളിച്ചു പറഞ്ഞിട്ടും ഓടി മാറാൻ കഴിഞ്ഞില്ല. അവർ ദൗർഭാഗ്യകരമായി മരണത്തിനിരയായി. അതിന് കേരള സർക്കാരിനെ എങ്ങനെ കടന്നാക്രമിക്കാം? യഥാർത്ഥത്തിൽ ആ മരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയില്ലേയുള്ള കുഴപ്പം എന്താണ്? പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെങ്കിൽ മരണകാരണം കണ്ടെത്താനാവില്ല. മരണകാരണം ശരിയായി കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ധനസഹായം കൊടുക്കാൻ പറ്റൂ. ഇന്നലെ സർക്കാർ ധനസഹായം കൊടുത്തു. ഇതൊരു മൃതദേഹം തട്ടിക്കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം വിലക്കിയിരുന്നെങ്കിൽ ഈ ധനസഹായം കൈമാറാൻ കഴിയുമായിരുന്നു. യഥാസമയം അവർക്ക് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട സഹായം കൊടുക്കാൻ സമ്മതിക്കാത്ത വിധം മൃതദേഹം വെച്ച് വിലപേശുന്ന നീചമായ മനസ്സാണ് ചില MLA-മാർക്കുള്ളത്. അതിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് കുട്ടനാടൻ, എറണാകുളത്തെ DCCയുടെ പ്രസിഡന്റ്. അവർ പോലീസിനോട് പെരുമാറുന്ന രീതി കണ്ടില്ലേ? ഒരു മോർച്ചറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് മൃതദേഹം തട്ടിക്കൊണ്ടുപോവുക. കേട്ടുകേൾവിയുണ്ടോ? എന്താ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണെങ്കിൽ അത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാലുടൻ അച്ചടിച്ച പോലെ തയ്യാറാക്കി വെച്ച പോലെ ഇവരൊക്കെ തന്നെ മാന്യതയുള്ള നേതാക്കളാണ് എന്ന തരത്തിൽ പ്രത്യേക പരിഗണന ഏതെങ്കിലും സന്ദർഭത്തിൽ ആർക്കെങ്കിലും ലഭിക്കാൻ ഇടപെടുന്നതും തെറ്റായ സന്ദേശമാകും. അതുകൊണ്ട് തന്നെ വസ്തുതകൾ പൂർണ്ണമായും കണക്കിലെടുത്താൽ നിയമവാഴ്ചയെ അട്ടിമറിച്ചതിൽ അസാധാരണമായൊരു സംഭവമാണ്. ഒരു മോർച്ചറിയിൽ ഇൻക്വസ്റ്റ് നടക്കുന്ന നടപടിക്കിടയിൽ നിന്ന് മൃതദേഹം തട്ടിക്കൊണ്ടുപോയ സംഭവം ഈ രാജ്യ ചരിത്രത്തിൽ അത്യപൂർവമാണ്. അത് നിർവഹിച്ച കുറ്റവാളികൾ, ആ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ കടുത്ത ശിക്ഷ അറിയിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അതിന് എത്രത്തോളം ഇപ്പോൾ ഈ താൽക്കാലിക ജാമ്യം ഇടക്കാല ജാമ്യം കൊണ്ടിടയ്ക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ അക്കാര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഈ കാര്യം നിങ്ങൾ പറയുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടില്ലേ? മലയാള മനോരമ എഴുതിയിരിക്കുന്നത് കലി ആനയുടെയും പോലീസിന്റെയും എന്നാണ്. അതായത് ഒരു ജനകീയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിലിടപെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചവർക്ക് നേരെ മനഃപൂർവ്വം പക തീർക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സൃഷ്ടിക്കപ്പെട്ടു വരുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അത് ഈ പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിനാണ് സമ്പൂർണ്ണ അധികാരമെന്നിരിക്കെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തെ കാണാതെ പോകുന്നു ഈ പറയുന്ന മാധ്യമങ്ങളടക്കം. രാഹുൽ ഗാന്ധിയൊക്കെ ദേശീയ നേതാക്കൾ ഇവിടെ MP ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന വയനാട്ടിലൊക്കെ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഡീൻ കുര്യാക്കോസ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തെങ്കിലും സംസാരിച്ചതായിട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല? ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ UDF-ന്റെ MP-മാരും ഡൽഹിയിൽ പോയി ഞങ്ങൾ കിളയ്ക്കണോ എന്ന് ചോദിച്ചൊരു KPC പ്രസിഡന്റാണ് ഇവിടെയുള്ളത്. ഇന്ന് ഒരു പത്രത്തില് മനോരമയിലാണ് വാർത്ത. മന്ത്രി P. രാജീവിന്റെ ചില്ല് തകർന്നു, കാറിന്റെ ചില്ല് തകർന്നു. തകർത്തതല്ല, തകരുകയാണ്. ചൂട് കൂടിയോണ്ട് തകർന്നതാണ്.
ഇത്തരം സന്ദർഭങ്ങളിൽ മന്ത്രിമാർ അവസരോചിതമായി ഓടിയെത്തുക എന്നുള്ളത് മന്ത്രിമാരുടെ ചുമതലയാണ്. അങ്ങനെ മന്ത്രിമാർ വന്നാൽ അത് ഉപയോഗിച്ച് സംഘർഷത്തിന് അവസരമാക്കാം, അവരെ അപമാനിക്കാം. ചില നാട്ടുകാർ, അതാണ് മാധ്യമങ്ങളുടെ പ്രയോഗം. നാട്ടുകാരാരാണ്? കോൺഗ്രസ് ബോധപൂർവം ഇളക്കിവിടുന്ന ഒരു കൂട്ടം ആളുകൾ സമൂഹത്തിനകത്ത് ക്രിമിനലുകളാണ്. അവർക്ക് നാട്ടുകാരെന്ന് ഓമന പേര് പിടിച്ച് നിയമവാഴ്ച അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസ് അറച്ചു നിൽക്കുകയല്ല, ഉന്നയിക്കില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കുന്നു. മോദിയെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യവും കേരളത്തിൽ നിന്ന് ഉയരുന്നില്ല എന്ന ഗ്യാരണ്ടിയാണ്. മോദി ഗ്യാരണ്ടിയല്ല, മോദിക്കുള്ള ഗ്യാരണ്ടി. കേരളത്തിലെ KPCCയും UDFും മോദിക്ക് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന എന്താണ്? ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം, നിങ്ങൾക്കെതിരായി കേരളത്തിൽ നിന്നൊരു ശബ്ദം ഉയരില്ല എന്ന ഗ്യാരണ്ടി മോദിക്ക് കൊടുത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലെ UDF. അത് ഒന്നുകൂടി വ്യക്തമാക്കപ്പെട്ടതാണ് ഈ സംഭവങ്ങളിൽ. അത് തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സർക്കാർ സംയോജിതമായി ഇടപെട്ടു. 2 മന്ത്രിമാർ റോഷി അഗസ്റ്റിനും P രാജീവും സംയോജിതമായി അവിടെ ഓടിയെത്തി. വയനാട്ടിലും ഇടപെട്ടു, മൂന്നാറിലും ഇടപെട്ടു. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് K. അനിൽകുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്.